പശ്ചിമേഷ്യ ഒന്നടങ്കം വിഴുങ്ങാൻ പോകുന്ന അതീവ ഗുരുതരമായ സൈനിക അസ്ഥിരത നിലനിൽക്കെ ഗൾഫ് മേഖലയിൽ ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങൾ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വഷളാക്കുകയാണെന്ന് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര തന്ത്രപ്രധാന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അബുദാബിയെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഖ്യത്തിന്റെ പ്രധാന പങ്കാളിയായി ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ അടുത്ത പ്രധാന യുദ്ധക്കളമായി ഗൾഫ് മേഖല മാറുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാന്റെ ഭാഗത്തു നിന്നും യുഎഇക്ക് നേരെ കടുത്ത സുരക്ഷാ ഭീഷണികൾ ഉയരാൻ പ്രധാന കാരണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദും അബുദാബിയിൽ നടത്തിയ അതീവ രഹസ്യമായ യോഗങ്ങളാണ്. യുഎഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ വസതിയിൽ വെച്ച് നടന്ന ഈ ഉന്നതതല രഹസ്യ കൂടിക്കാഴ്ചകളിൽ ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം നടന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായാണ് ടെഹ്റാൻ വിശ്വസിക്കുന്നത്. തങ്ങളുടെ തൊട്ടടുത്ത് ഇസ്രയേലിന്റെ സാന്നിധ്യം ശക്തമാക്കുന്നത് ഇറാൻ അതീവ ഭീതിയോടെയും അമർഷത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ യുഎഇ തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലും ഇസ്രയേലിന്റെ അത്യാധുനിക അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ മിസൈൽ വിന്യാസവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യാന്വേഷണ ഏകോപനവും ഇറാന് നേരെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന ഈ സൈനിക സഖ്യത്തെ വെറുതെ വിടില്ലെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കയുമായും ഇസ്രയേലുമായും യുഎഇ നടത്തുന്ന ഈ കടുത്ത സുരക്ഷാ ഇടപാടുകൾ തങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണ്ണമായും ഉറപ്പിച്ചു കഴിഞ്ഞു. എബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഇസ്രയേലുമായി പരസ്യമായ നയതന്ത്ര ബന്ധമുള്ള യുഎഇ തങ്ങളുടെ മണ്ണിൽ ഇസ്രയേലിന് സൈനിക സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് അറബ് മേഖലയുടെ സുരക്ഷയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ ശത്രുക്കളെ സ്വന്തം രാജ്യത്ത് താമസിപ്പിക്കുന്നതിലൂടെ യുഎഇ സ്വയം ഒരു വലിയ യുദ്ധത്തിലേക്ക് നടന്നു കയറുകയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇരു രാജ്യങ്ങൾക്കുമിടയിലും പണ്ട് മുതലേ നിലനിന്നിരുന്ന പ്രാദേശിക തർക്കങ്ങളും ഈ പുതിയ സാഹചര്യത്തിൽ വീണ്ടും കത്താൻ തുടങ്ങിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ 3 ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇറാനും യുഎഇയും തമ്മിൽ കടുത്ത വാക്പോരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ഈ തർക്ക ദ്വീപുകളിൽ ഇറാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയതിനെതിരെ യുഎഇ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചതാണ് ഇറാന്റെ പ്രകോപനം ഇരട്ടിയാക്കിയത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കവാടമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് യുഎഇ വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. US നാവികസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ സംരക്ഷണ ദൗത്യങ്ങൾക്ക് യുഎഇ പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. ഹോർമുസിലുണ്ടാകുന്ന സൈനിക സംഘർഷങ്ങൾ യുഎഇയുടെ സാമ്പത്തിക തലസ്ഥാനമായ ദുബായിയെയും അബുദാബിയെയും നേരിട്ട് ബാധിക്കുമെന്നിരിക്കെ മേഖലയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിശ്ചലമാക്കും. തങ്ങൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ പൂർണ്ണമായും ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് യുഎഇ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വിദേശ ശക്തിക്കും തങ്ങളുടെ മണ്ണിലിരുന്ന് മറ്റൊരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ അനുമതി നൽകില്ലെന്ന് അബുദാബി ഔദ്യോഗികമായി പ്രസ്താവിച്ചു. എന്നാൽ യുഎഇയുടെ ഈ വിശദീകരണങ്ങൾ വിശ്വസിക്കാൻ ഇറാൻ ഒട്ടും തയ്യാറല്ല. ഇസ്രയേലുമായി സാമ്പത്തിക സൈനിക കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഒരേ സമയം നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉന്നത കമാൻഡർമാർ യുഎഇക്ക് നേരെ കടുത്ത മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഇസ്രയേൽ യുഎഇ മണ്ണ് ഉപയോഗിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരിക അബുദാബിയും ദുബായിയും ആയിരിക്കുമെന്നാണ് IRGCയുടെ പ്രഖ്യാപനം. വൻകിട വാണിജ്യ കേന്ദ്രങ്ങളും ആകാശ ചുംബികളായ കെട്ടിടങ്ങളും നിറഞ്ഞ യുഎഇക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു മിസൈൽ ആക്രമണമുണ്ടായാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. മേഖലയിലെ മറ്റൊരു പ്രമുഖ ശക്തിയായി സൗദി അറേബ്യയുമായി ഇറാൻ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച പശ്ചാത്തലത്തിൽ യുഎഇയെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന തന്ത്രം കൂടിയാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഇസ്രയേലിന്റെ കെണിയിൽ വീണ് യുഎഇ അറബ് ലോകത്ത് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷമായ പിന്തുണയോടെയാണ് ഇറാൻ ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന യുഎഇയെ പ്രതിരോധിക്കാൻ ഇറാൻ കൂടുതൽ അഗ്രസീവായ നിലപാടുകൾ സ്വീകരിക്കും.
അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ യുഎഇക്ക് കൂടുതൽ ആയുധ സഹായം നൽകാൻ വാഷിംഗ്ടൺ തയ്യാറായേക്കും. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഗൾഫ് മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന ശ്രമങ്ങളെല്ലാം ഈ പുതിയ സംഭവ വികാസത്തോടെ പൂർണ്ണമായും അവസാനിച്ച മട്ടാണ്. യുഎഇയിലെ അന്താരാഷ്ട്ര ബിസിനസ് സമൂഹവും വിദേശ നിക്ഷേപകരും ഈ പുതിയ യുദ്ധഭീതിയെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സുരക്ഷിത താവളമെന്ന് പേരെടുത്ത ഗൾഫ് രാജ്യങ്ങളിൽ സുരക്ഷാ ഭീഷണി ഉയർന്നിയാൽ അത് വൻതോതിലുള്ള മൂലധന ചോർച്ചയ്ക്ക് കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അംഗരാജ്യങ്ങളെല്ലാം കനത്ത സുരക്ഷാ ജാഗ്രതയിലാണ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷിയെ നേരിടാൻ സംയുക്ത വ്യോമ പ്രതിരോധ സംവിധാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ പങ്കാളിത്തമുള്ള ഒരു സഖ്യത്തോട് സഹകരിക്കാൻ ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്ക് താല്പര്യമില്ലാത്തത് ഗൾഫ് കൂട്ടായ്മയിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയാണ്. യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര സമൂഹവും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ആഗോളതലത്തിൽ വലിയ ഇന്ധനക്ഷാമത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഇറാനും യുഎഇയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ യുഎഇ തങ്ങളുടെ അയൺ ഡോം വിന്യാസം കൂടുതൽ ശക്തമാക്കുമോ അതോ ഇറാന്റെ ഭീഷണിക്ക് വഴങ്ങി ഇസ്രയേൽ സഖ്യത്തിൽ നിന്നും പിന്മാറുമോ എന്നത് നിർണായകമാണ്. ഇസ്രയേലിന്റെ യുദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി യുഎഇ സ്വന്തം രാജ്യത്തെ ഭീഷണിയിലാക്കുകയാണെന്ന ആക്ഷേപം അറബ് ജനതയ്ക്കിടയിലും ശക്തമാണ്. വരും മണിക്കൂറുകളിൽ അബുദാബിയിൽ നിന്നും ടെഹ്റാനിൽ നിന്നും പുറത്തുവരുന്ന ഔദ്യോഗിക പ്രസ്താവനകളായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുക.